ഞാനൊരു യാത്രയിലായിരുന്നു. യാത്ര തുടങ്ങുമ്പോൾ മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത് ആത്മവിശ്വാസവും ധൈര്യവും മാത്രമായിരുന്നു. ഞാൻ ഒരു ഘോരവനത്തിലൂടെയാണ് യാത്ര എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. യാത്ര പുറപ്പെടുന്ന സമയം നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഞാൻ നടന്നു തുടങ്ങി. മെല്ലെ മെല്ലെ നടന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരെങ്കിലും ഒന്ന് മിണ്ടാനും പറയാനും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. വീണ്ടും ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നപ്പോൾ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ ചില മിന്നാമിനുങ്ങുകൾ എത്തി. ഞാൻ ആ മിന്നാമിനുങ്ങിനോടൊപ്പം മിണ്ടിയും പറഞ്ഞും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. മിന്നാമിനുങ്ങുകൾ അവരുടെ ലക്ഷ്യസ്ഥാനം എത്തിയപ്പോൾ അവർ പറന്ന് അകന്നു പോയി. ചില മിന്നാമിനുങ്ങുകൾ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായി എനിക്കൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി. ചിലതിനൊക്കെ ഞാൻ തട്ടി മാറ്റി, തട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. അവ പറന്നകന്നു. വീണ്ടും എൻ്റെ യാത്രകൾക്കിടയിൽ പെട്ടെന്നാണ് അതിശക്തമായൊരു വെളിച്ചം എൻ്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ ആ വെളിച്ചത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ആ യാത്രയിൽ എന്നോടൊപ്പം മിന്നാമിനുങ്ങുണ്ടായിരുന്നു. ആ മിന്നാമിനുങ്ങ് വളരെ ക്ഷീണിതനായിരുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവൻ ആകെ അവശത അനുഭവിക്കുന്നതായിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ മരിച്ചു പോകുന്ന ആ ഒരവസ്ഥയിലെത്തിയ മിന്നാമിനുങ്ങ്. ഈ ശക്തമായ വെളിച്ചം ഉണ്ടെങ്കിലും ഞാൻ ആ മിന്നാമിനുങ്ങിന് അല്പം വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു. ചിലപ്പോൾ ജീവിതത്തിലേക്ക് അതിന് പറക്കാൻ കഴിഞ്ഞാലോ എന്നതായിരുന്നു എൻ്റെ ആകെ പ്രതീക്ഷ. ഞാൻ ആ മിന്നാമിനുങ്ങിന് വെള്ളം കൊടുക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അത് കണ്ണുകൾ ചിമ്മി തുറക്കാനും മെല്ലെ മെല്ലെ പ്രകാശിക്കാനും തുടങ്ങി. അതിനി മരിക്കില്ല എന്നുറപ്പായപ്പോൾ, അത് മെല്ലെ മെല്ലെ പറക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിവേഗം എൻ്റെ മുന്നിൽ കണ്ട ആ പ്രകാശത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ആ പ്രകാശത്തിൽ വിശ്വസിച്ച് ഏത് ഇരുട്ടത്തും എന്നോടൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ആ പ്രകാശത്തിനൊപ്പം നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആ പ്രകാശം എന്നിൽ നിന്നും വളരെ ദൂരത്തെത്തിയിരുന്നു. ഞാൻ അതിവേഗം നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രകാശം എന്നെക്കാൾ ഏറെക്കുറെ ദൂരം പിന്നിട്ടിരുന്നു. ഞാൻ ഓടി, കൂടെ ഓടി. എത്തിയില്ല. ഞാൻ വളരെ 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 ഫുൾ പവർ എടുത്ത് ഞാൻ ഓടാൻ ശ്രമിച്ചു. ഓടിക്കൊണ്ടേയിരുന്നു. എൻ്റെ കാലുകൾ കുഴഞ്ഞു. ഞാൻ ആകെ ക്ഷീണിച്ചു. ഞാൻ ആകെ അവശതയായി. അപ്പോഴേക്കും ആ പ്രകാശം എന്നിൽ നിന്നും വളരെ വളരെ ദൂരത്തെത്തിയിരുന്നു. എനിക്ക് ആ വെളിച്ചം വളരെ ദൂരെ നിന്ന് കാണാം. അപ്പോഴും എൻ്റെ പ്രതീക്ഷ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് അതറിയുമ്പോൾ എൻ്റെ സഞ്ചാരപാതയിലേക്ക് അല്പം അവിടെ നിന്നെങ്കിലും വെളിച്ചം വീശിയാലോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഉറക്കെ കരഞ്ഞു. കരഞ്ഞ് 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 ഉറച്ചു വിളിച്ചിട്ട് കേട്ടില്ല. കരയാൻ തുടങ്ങി. എൻ്റെ നിലവിളി ശബ്ദമോ എൻ്റെ കണ്ണുനീരോ ആ പ്രകാശം കണ്ടില്ല. ആ പ്രകാശം അതിൻ്റെ ലക്ഷ്യസ്ഥാനം കണക്കാക്കി നടന്നകന്നിരുന്നു. ഒടുവിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൻ്റെ അത്രയും വേഗത്തിൽ, അത്രമാത്രം ആ ഒരു മിനുങ്ങുന്നൊരു പ്രകാശം മാത്രം എനിക്ക് കാണാൻ പാകത്തിനെത്തി. ഞാൻ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടില്ല. പിന്നെ പെട്ടെന്നത് മറഞ്ഞു. കൊടുങ്കാടിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല കൂട്ട്. എൻ്റെ കരച്ചിലോ എൻ്റെ വിളിയോ നിലവിളിയോ ഒന്നും കേട്ടില്ല. മനസ്സിൽ ആകപ്പാടൊരു ഭയം മാത്രമായിരുന്നു. ചുറ്റാകെ നോക്കി. കൂരിരുട്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. കുറേ കാട്ടുനായ്ക്കളും മൃഗങ്ങളും ഒരിയിടുന്ന ശബ്ദം മാത്രം അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഞാൻ എൻ്റെ കണ്ണിൻ്റെ വെളിച്ചത്തിൽ മാത്രം, അതായത് ഒരു നിഴൽ വെളിച്ചത്തിൽ മാത്രം നടക്കാൻ തുടങ്ങി. ഒരു വലിയൊരു മരം കണ്ടു. ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. അവിടെ ഇരുന്ന് കരഞ്ഞു. മെല്ലെ മെല്ലെ ഇങ്ങനെ കൈകൊണ്ട് തപ്പിയപ്പോൾ ഒരു മരപ്പൊത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ രക്ഷാർത്ഥം ആ മരത്തിൻ്റെ പൊത്തിലേക്ക് കയറിയിരുന്നു. അതിനകത്തിരുന്ന് തല കുനിച്ചിരുന്ന് കരഞ്ഞു. കരഞ്ഞ് 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 എൻ്റെ കൈവശം വെളിച്ചമില്ല, വെള്ളമില്ല. എൻ്റെ ചുറ്റാകെ ഇരുട്ട് മാത്രമാണ്. കരഞ്ഞ് 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 ഞാൻ തളർന്നു. കാരണം എപ്പോഴെങ്കിലും ആ വെളിച്ചം എന്നെ തേടി വന്നാലോ, എന്നെ സമാധാനിപ്പിച്ചാലോ, അല്ലെങ്കിൽ എനിക്ക് ആ വഴി കാട്ടിയാലോ എന്നൊരു പ്രതീക്ഷ എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. ആ പ്രകാശം മറഞ്ഞപ്പോൾ മനസ്സിലായി അത് മറ്റൊരു വഴിക്ക് പോകുന്നൊരു പ്രകാശം മാത്രമായിരുന്നു. ഞാൻ കരഞ്ഞ് തളർന്ന് എപ്പോഴോ ഒന്ന് മയങ്ങി. ഉറക്കത്തിൽ എപ്പോഴോ
ഒരു വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നത് പോലെ തോന്നി. കണ്ണു തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആ പ്രകാശം എന്നെ തേടി വന്നതല്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെളിച്ചമായിരുന്നു. സൂര്യകിരണങ്ങൾ ഭൂമിയിലെങ്ങും പതിഞ്ഞിരുന്നു, അതിൻ്റെ വെളിച്ചമായിരുന്നു അത്. അപ്പോൾ എനിക്ക് അല്പം സമാധാനമായി. ഇനി യാത്ര തുടരാം, എത്രയും വേഗം ശക്തമായ യാത്ര തുടരാം എന്ന് തീരുമാനിച്ചു. ഞാൻ വീണ്ടും യാത്രയ്ക്ക്, അടുത്ത ഇരുട്ട് വരുന്നതിന് മുമ്പേ എൻ്റെ ലക്ഷ്യസ്ഥാനം തേടിയുള്ള യാത്രയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ടു. ഇതിൻ്റെ പിന്നിലുള്ള മോറൽ എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ പ്രകാശം തേടി യാത്ര ചെയ്യരുത്. എപ്പോഴും നമ്മുടെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചന്ദ്രൻ്റെ വെളിച്ചം കൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ ചന്ദ്രൻ്റെ കിരണങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുമോ? ഇല്ല. ചന്ദ്രകിരണങ്ങൾ ഏൽക്കാത്ത സ്ഥലമുണ്ട്. നമ്മൾ ആ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയായിരിക്കും ചന്ദ്രൻ. പക്ഷേ പ്രകാശം എല്ലാ ഭാഗങ്ങളിലും കിട്ടില്ല. മരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ പ്രകാശം എല്ലായിടത്തും കിട്ടില്ല. നമ്മൾ ആ ചന്ദ്രൻ്റെ വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് നീങ്ങി നിൽക്കണം. അങ്ങനെയല്ലേ? അതേസമയം സൂര്യകിരണങ്ങളാണെങ്കിലോ, സൂര്യൻ്റെ പ്രകാശം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വെളിച്ചവും നമ്മുടെ സൂര്യകിരണങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആത്മവിശ്വാസവും വിവേകവും ബുദ്ധിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരാൾ നമുക്ക് തരുന്ന ഉപദേശങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. നമ്മുടെ മുന്നിലേക്കുള്ള ആ പവറുള്ള ആ വെളിച്ചം എപ്പോഴും ഉണ്ടാവില്ല. ആ വെളിച്ചം അത് ചൂട്ടിൻ്റെ വെളിച്ചം കണ്ട് നമ്മൾ നടന്നു പോയാൽ അത് അതിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ ചൂട്ട് കുത്തിയണച്ച് അത് അതിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവും. നമ്മൾ അപ്പോഴും ഇരുട്ടത്ത് തന്നെയായിരിക്കും. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാതെ ആകെ നമ്മൾ പകച്ചു പോകും. അപ്പോൾ നമ്മുടെ വെളിച്ചം നമ്മളെ കൊണ്ട് കിടക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ വെളിച്ചം, നമ്മുടെ വിവേകം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ധൈര്യം. നമ്മൾ ഇരുട്ടത്താകുമ്പോഴാണ് വെളിച്ചത്തെക്കുറിച്ച് കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? പിന്നെ ഒന്നുകൂടിയുണ്ട്, നമ്മൾ ഇരുട്ടത്താകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. നാളെ വെളിച്ചത്തിലെത്തുമെന്നുള്ളത്. ആ ആത്മവിശ്വാസം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിച്ചു. ആത്മവിശ്വാസം, ആത്മധൈര്യമൊക്കെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാൾ ശക്തമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുക തന്നെ ചെയ്യും.